ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് ജൂൺ മാസം 30-ാം തീയതിയാണ്. എല്ലാ ശ്രോതാക്കൾക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനവും അതോടൊപ്പം തന്നെ ശുഭദിനാശംസകളും നേരുന്നു. നമ്മളിന്ന് ധ്യാനത്തിനായിട്ട് എടുത്തിരിക്കുന്നത് ആവർത്തന പുസ്തകം 24-ാം അധ്യായമാണ്. ഈ അധ്യായത്തിൽ അനേക കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും ശ്രദ്ധേയമായി പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, പല കാര്യങ്ങളും പറഞ്ഞ എല്ലാം ശ്രദ്ധേയമായ കാര്യമാണ്. എനിക്ക് പ്രത്യേകം താല്പര്യം തോന്നിയ ഒരു വിഷയം ഇതിൻ്റെ 19-ാമത്തെ വാക്യമാണ്. അവിടെ പറയുന്നത്, ഒരു മനുഷ്യൻ വയലിലെ കറ്റ കൊയ്യുന്ന സമയത്ത് ഒരു കറ്റ എടുക്കാനായിട്ട് മറന്നുപോയി. മറ്റെല്ലാ കറ്റകളും കെട്ടി ചുവടായിട്ടൊക്കെ കെട്ടി അത് മെതിക്കേണ്ട സ്ഥലത്തേക്ക് പോയപ്പോൾ ഒരു കറ്റ മറന്നുപോയി. വീട്ടിൽ ചെന്നപ്പോൾ അവൻ ഓർത്തു പെട്ടെന്ന്, ഒരു കറ്റ മറന്നിച്ചാന്നല്ലോ പോയതെന്ന്. ദൈവം പറയുന്നത് അത് മറന്നിരിക്കട്ടെ, അത് മറവി നല്ല മറവിയാണ്, അതവിടെ തന്നെ ഇരിക്കട്ടെ. അതെടുക്കാനായിട്ട് ഞാൻ ആളുകളെ നിയമിച്ചിട്ടുണ്ടെന്നാണ്. ആരാണ്? അനാഥരും വിധവമാരും പരദേശികളും. അങ്ങനെ ഒരു കൂട്ടം ആളുകളുണ്ട്. കൊയ്തായിരിക്കുന്ന പാടങ്ങളിൽ കയറി നടന്ന നെൽമണികൾ, താഴെ കിടക്കുന്ന ഗോതമ്പ് മണികൾ പറക്കിയെടുക്കുന്നവർ. അതുകൊണ്ട് തന്നെ താഴെ കൊണ്ട് കിടക്കുന്നവല്ല, ഗോതമ്പിൻ്റെ ഭാഗങ്ങളുണ്ടെങ്കിൽ അത് പറക്കിയെടുക്കുന്നവർ എന്ന് മാത്രമല്ല, ഇതുപോലെ ആരെങ്കിലും മറന്നു പോയതായിരിക്കുന്ന കറ്റകളും അവർക്ക് പറക്കിയെടുക്കുവാനുള്ളതായിരിക്കുന്ന അനുവാദം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ മറവി എന്ന് പറയുന്നത് ഒരു അനുഗ്രഹത്തിൻ്റെ മറവിയാണെന്ന് ഞാൻ പറയുന്നത്. സാധാരണഗതിയിൽ മറവി ഒരു അനുഗ്രഹമായിട്ട് നമ്മൾ കണക്കാക്കില്ല. ഞാൻ മറന്നുപോയല്ലോ എന്ന് പറയുന്നത് ഒരിക്കലും ഒരു നന്മയായിട്ട് ആരും കണക്കാക്കാറില്ല. പക്ഷേ ഇവിടെ ദൈവം അതിനെ നന്മയായിട്ടാണ് കണക്കാക്കിയിട്ടുള്ളത്. മറന്നുപോയല്ലോ എന്ന് പറഞ്ഞ് ദൈവം പറഞ്ഞത് നല്ല മറവിയാണ്, അങ്ങനെ തന്നെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞു. വയലിൽ മറന്നുപോയത് നീ തിരിച്ചു പോയി എടുക്കരുതെന്ന് പറഞ്ഞു. അത് അനുഗ്രഹിക്കപ്പെടും പറയും. കാരണം അത് ദരിദ്രന്മാർക്കോ വിധവമാർക്കോ ഒക്കെ ആവശ്യമായിരിക്കുന്ന ഒന്നാണ്. അത് എടുക്കാനായിട്ട് പോകരുത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ടതായിരിക്കുന്നൊരു കാര്യമാണ്. ആരും മനഃപൂർവ്വം അനാഥർക്കും വിധവമാർക്കും വേണ്ടി കൊയ്യുന്ന സമയത്ത് കറ്റകൾ വലിച്ചിടാറില്ല, അല്ലെങ്കിൽ ഒരു കറ്റ അങ്ങനെ മറന്നു പോകാറില്ല. ഒന്നും മറക്കാറില്ല. വേണേൽ കുറച്ച് അരിയോ നെല്ലോ കൊടുത്തുനിന്ന് വരും, പക്ഷേ ഇങ്ങനെ ആരും ചെയ്യാറില്ല. അപ്പോൾ അത് മറന്നു പോയാൽ അതൊരു അനുഗ്രഹീത മറവിയായിട്ട് അംഗീകരിച്ച് അത് പാവപ്പെട്ടവർക്ക് വേണ്ടി ഉപേക്ഷിക്കുകയാണ് വേണ്ടത് എന്നാണ് ദൈവം പറഞ്ഞത്. അപ്പോൾ ഏതൊരു സമൂഹത്തിലും ദാരിദ്ര്യം അനുഭവിക്കുന്നവരുണ്ട്. കർത്താവിൻ്റെ വാക്കുകളിൽ പറഞ്ഞാൽ, നിങ്ങൾക്ക് പാവപ്പെട്ടവരെന്നും ഉണ്ടല്ലോ, പാവങ്ങൾ നിങ്ങൾക്ക് എന്നും ഉണ്ടല്ലോ എന്നാണ്. എന്നുമുണ്ട് പാവങ്ങൾക്ക്. ഏത് സമൂഹത്തിൽ ചെന്നാലും, എത്ര ധനവാന്മാരായിരിക്കുന്ന ആളുകളുടെ സമൂഹത്തിൽ ചെന്നാലും പാവങ്ങൾ അവിടെയുണ്ട്. കുറഞ്ഞ പക്ഷേ ധനവാന്മാരെ അപേക്ഷിച്ച് പാവങ്ങളുണ്ട്. മറ്റു ചില രാജ്യങ്ങളിലെ പാവങ്ങളെ അപേക്ഷിച്ച് അവർ പണമുള്ളവരായിരിക്കും, പക്ഷേ ധനവാന്മാരെ അപേക്ഷിച്ച് പാവങ്ങളുണ്ട്. അത് എന്നുമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളതായിരിക്കുന്ന പാവപ്പെട്ട ആളുകളെ ആര് കരുതും? അവർക്ക് വേണ്ടി ആര് കരുതും? അതിന് ദൈവം പറഞ്ഞതാണ്, ബോധവാന്മാരായ ചില ധനവാന്മാരുണ്ട്, കൊയ്ത്ത് ഉള്ള ചില ധനവാന്മാരായുണ്ട്. അവർ കൊയ്ത്തെല്ലാം കഴിഞ്ഞ് കറ്റയെല്ലാം പെറുക്കി അവർ പോകുമ്പോൾ അവരുടെ കണ്ണിൽപ്പെടാതെ കിടക്കുന്നതായിരിക്കുന്ന ഒരു കറ്റ കാണും. അത് തിരിച്ചു പോയി എടുക്കാൻ പാടില്ലെന്നാണ്. നമ്മൾ പല കാര്യങ്ങളും മറന്നുപോയാൽ ചെയ്യുന്നത് എന്താണ്? തിരിച്ചു പോയി നമ്മളതേക്കുറിച്ച് അന്വേഷിക്കും. അത് കണ്ടെത്തുന്നവരെ നാം അത് അന്വേഷിച്ച് നടക്കും. അങ്ങനെയാണ് നമ്മളെല്ലാവരും ചെയ്യുന്നത്. അതാണ് മനുഷ്യ സ്വഭാവത്തിൻ്റെ ഭാഗം എന്ന് പറയുന്നത്. പക്ഷേ ദൈവം പറഞ്ഞത് എന്താണ്? നീ തിരിച്ചു പോകരുത്. ആ കറ്റ അവിടെ കിടന്നോട്ടെ, അതിന് ഉടമസ്ഥനുണ്ട്, അതിൻ്റെ ഉടമസ്ഥയുണ്ട്, വരുമ്പോൾ അവരെടുത്തോളൂ എന്ന് പറഞ്ഞു. ദൈവം അങ്ങനെ പാവങ്ങൾക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവമാണ്. അനാഥർക്കും വിധവമാർക്കും വേണ്ടി കരുതുന്നതായിരിക്കുന്ന ഒരു ദൈവമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെയും ജീവിതത്തിൽ എന്ത് വേണം? നമ്മുടെ ജീവിതത്തിൽ ചില കതിരുകൾ താഴെ ഇടണം, ചില കറ്റകൾ താഴെ ഇടണം, മാറ്റി വെക്കണം. ആളുകളെടുക്കട്ടെ. അതെ, നമ്മുടെ സാഹചര്യത്തിൽ കറ്റ മാത്രമല്ല, ഇന്നത്തെ സാഹചര്യത്തിൽ ഞാൻ വിചാരിക്കുന്നു, നാളികേരം ഇടുമ്പോഴും ചേന, ചേമ്പ്, കാച്ചിൽ മുതലായവ വിളകൾ കിളയ്ക്കുമ്പോഴും ഒരുപക്ഷെ നെല്ല് കൊയ്യുമ്പോഴും ഒക്കെ കാണാതെ പോയതായിരിക്കുന്ന ചില അനുഗ്രഹത്തിൻ്റെ മുറികൾ അവിടെയും ഇവിടെയും കിടപ്പുണ്ട്. അതൊക്കെ കണ്ടെത്തി ദൈവസന്നിധിയിലേക്ക് കൊണ്ടുവന്ന് യോഗ്യതയുള്ളവർക്ക് കൊടുക്കുകയും ബാക്കിയുള്ളത് ഏൽപ്പിക്കേണ്ടവരെ ഏൽപ്പിക്കുകയും ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. അങ്ങനെ ചെയ്യണം, അങ്ങനെ ചെയ്യണം. അപ്പോൾ ഇന്നത്തെ സാഹചര്യത്തിൽ നാളികേരം ഇടുമ്പോഴും ചേന, ചേമ്പ്, കാച്ചിൽ മുതലായ വിളകൾ കിളയ്ക്കുമ്പോഴും ചിലതൊക്കെ അവയിൽ മറന്നു പോകുന്നത് സാധാരണയാണ്. പക്ഷേ ആരും മറന്നു പോയാൽ എപ്പോൾ ഓർമ്മ വരും അപ്പോൾ പോയി എടുക്കുക ചെയ്യുന്നത്. പാവങ്ങൾ കിടന്നോട്ടെന്ന് വെക്കുകയല്ല ചെയ്യുന്നത്. കാരണം നമ്മുടെ ഹൃദയം അത്രയും വളർന്നിട്ടില്ല. ദൈവജനം അങ്ങനെയൊക്കെ പറയുന്നെങ്കിലും നമ്മുടെ ഹൃദയം വളർന്നിട്ടില്ല. ഈ ഹൃദയത്തിൻ്റെ വളർച്ച, വികസനം എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ്. ദൈവാത്മാവിൻ്റെ പ്രവർത്തനം കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കേണ്ട ഒന്നാണ്. എൻ്റെ പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലും ആ വികസനം ഉണ്ടാകട്ടെ. വലുതല്ലെങ്കിലും ചെറുതാണെങ്കിലും മറ്റുള്ളവർക്ക് നാം ഒരു അനുഗ്രഹമായി തീരത്തക്കൊണ്ട് നമ്മുടെ ഹൃദയങ്ങളെ വികസിക്കുന്ന ഹൃദയങ്ങളെ നമുക്ക് വിശാലമായി ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കാം. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.